ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കുൽസിമാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആണ്. നിങ്ങൾ എന്നെ കാണുമ്പോൾ കുൽസിമാസ് വേൾഡ് കുക്കറി ഷോ ആണെന്നൊന്നും വിചാരിക്കണ്ട. ഇന്ന് എന്തായാലും സാറ്റർഡേ കാരണം നമ്മൾ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും ഞാൻ ഇന്ന് അടുക്കളയിൽ കയറി വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ കിച്ചൺ നമ്മൾ ഉമ്മാക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതവിടെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഗൈസ് കണ്ട. പിന്നെ ബമ്മാരെ മേത്തൊക്കെ ഒന്ന് മന്തി മസാലയും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി കുറച്ച് കുത്തിട്ട് കൊടുക്കണം. നമ്മുടെ മമ്മിയുടെ പണി കഴിയുന്നില്ല. സോ നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് ചേർക്കാണ്. ഇനി നമുക്കിതിനെ കുണുകുണാന്ന് എറിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിത് മമ്മിക്ക് കൈമാറാം. അങ്ങനെ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഇതാ നമ്മുടെ ക്യാപ്സിക്കം കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കുട്ടനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അടുത്തതായി നമ്മൾ ലാവൻഡർ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് നമ്മുടെ ഒനിയനാണ് രംഗപ്രവേശിച്ചിട്ടുള്ളത്. അവനങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പുതിനല നമ്മുടെ മമ്മീനെ കൈ കൊണ്ട് അരിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കൂടി ഇട്ടേച്ച് അതിലേക്ക് നമ്മുടെ കുരുമുളകും സംഭവങ്ങളൊക്കെ അരച്ചിട്ടുള്ള മസാല അങ്ങോട്ട് ചേർക്കുക. പിന്നെ മാഗി ക്യൂബ് ഇട്ടാ. നമ്മുടെ ഉപ്പാക്ക് അത്ര മാഗി ക്യൂബ് ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ അത്രയ്ക്കാണ്ട് ആഡ് ചെയ്യില്ല. പക്ഷെ മാഗി ക്യൂബിൻ്റെ ഫ്ലേവർ നമ്മുടെ മന്തിനെ നന്നായി ബാധിക്കും. പിന്നെ നമ്മളിതിലേക്ക് മന്തി സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതിൽ മായമായിട്ടൊന്നും ചേർക്കണില്ല. ഒക്കെ നാച്ചുറൽ മീൻസ് നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കണില്ല. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ഉലുവയുടെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കസൂരി മേത്തിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ വേറെ എന്തോ പോലെ തോന്നുന്നു ഗൈസ്. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മാഗി ക്യൂബ്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ്. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് നോക്കി ആഡ് ചെയ്യാം. മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണമാണ് കേട്ടോ. പിന്നെ ഗൈസ് ഈ ഞരടന കാണുമ്പോഴേക്ക് പുളിച്ചമ്മന്തി ഞരടന പോലെ തോന്നുക. അതിനുശേഷം എല്ലാത്തിലേക്കും മസാല ഇങ്ങനെ പുരട്ടുകയാണ് ഇട്ടാൽ നല്ല തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ. എല്ലാവരും ഇങ്ങനെ മസാല ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റൈസ് റെഡിയാക്കലാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കാണുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. നമുക്ക് കിച്ചണുമായി വലിയ പരിചയമില്ലാത്ത കാരണം എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അത് നമ്മൾ അതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യണം. ഈ സ്പൈസസ് ഞാൻ ഒറ്റക്കാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കോലാഗതി ഇങ്ങനെ. നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഞാൻ വീഡിയോ എടുക്കണ കാരണമാണ്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോഗ്രാഫർ മമ്മിയാണ്. ഞാൻ വീഡിയോ എടുത്തതിൻ്റെ എല്ലാവിധ അപാകതകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് 2 മുളക് ആഡ് ചെയ്യണം ഉമ്മ പറഞ്ഞു. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ 2 മുളക് ആഡ് ചെയ്തു. പിന്നെ ഉപ്പ് ഉമ്മ ഉണ്ടാണ് കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടാൽ കൂടും. ഓക്കെ. അതിനുശേഷം അത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഗൈസ് നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കിയാലോ. എന്തായാലും ഞാൻ എൻ്റെ കിച്ചൺ ഡ്രസ്സൊക്കെ ഊരിട്ടിട്ടുണ്ട്. വെറുതെ അവിടെയൊക്കെയാണ് പക്ക. അപ്പോൾ ഗൈസ് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ഒരു മണ്ണ കണ്ട് മുക്കി കടിക്കും. എവിടെ നിന്നൊക്കെ ഇല്ലാത്ത വിശപ്പ് വരും കേട്ടോ. പിന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അതിലേക്ക് റൈസ് നമ്മൾ ഇടണം എന്നാണ് നമ്മളെ മമ്മി പറഞ്ഞത്. മമ്മി അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ റൈസ് തട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടാൻ പോയപ്പോൾ പറഞ്ഞു വേണ്ട ഇട്ട് അവിടെ മൊത്തം പരി കൊണ്ട് കുളിക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പാത്രം മമ്മിക്ക് കൈമാറി ഗൈസ്. ഇന്നത്തെ താരം അങ്ങോട്ട് മമ്മിക്ക്. ഇന്നത്തെ ടേസ്റ്റൊക്കെ ഫുള്ള് നമ്മളെ മമ്മിയുടെ കഴിവാണ്. പിന്നെ നമ്മുടെ തക്കാളിയും ഉള്ളിയും മുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തക്കാളിയുടെ മറ്റേ ചട്നി ഉണ്ടല്ലോ അതുണ്ടാക്കുകയാണ്. പിന്നെ മിൻറ്റ് ആഡ് ചെയ്യുക, ഉപ്പ്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇപ്പോൾ ആഡ് ചെയ്ത സാധനം വിനാഗിരിയാണ് തോന്നുന്നു. പിന്നെ നമ്മളിത് വെള്ളമോ വിനാഗിരി ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ദിസ് ഈസ് ദാറ്റ് വൺ. അതിനുശേഷം നമ്മുടെ ചിക്കൻ കുട്ടന്മാർ അവിടെ റെഡിയായി വരികയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ റൈസും റെഡിയായി. ഇനി നമുക്ക് തട്ടിലാക്കലും മാത്രം പണിയുള്ളൂ. അങ്ങനെ നമ്മുടെ മന്തിക്കുട്ടപ്പൻ റെഡിയാവാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ മയോണൈസ് ഇല്ലാണ് എന്തുട്ട മന്തി അല്ലേ. പിന്നെ മയോണൈസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഹോം മെയ്ഡ് മയോണൈസാണ്. മമ്മിയുടെ മാത്രം കഴിവാണ്. ഗായ്സ് ഞാൻ കുറച്ചേരം ടി വി ഒക്കെ കണ്ടു. അപ്പം ഉമ്മ പറഞ്ഞു സെറ്റ് ആയിരിക്കണെന്ന്. അപ്പം നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം. അങ്ങനെ തുറക്കുമ്പോൾ ഇപ്പം തന്നെ കൊതിയാവണ കാണുമ്പോൾ ഗൈസ്.
അത് കഴിഞ്ഞ ശനിയാഴ്ച എടുത്തതാണ്, ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് കൊതി ഉണ്ടാവുമല്ലോ എന്നെ സംബന്ധിച്ച്. അടിപൊളി സ്മെല്ലാണ്. ഇത് ടേസ്റ്റിംഗ് ടൈമാണ്. അതിന് മുന്നേ അതൊക്കെ സെർവ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ മണമൊക്കെ കേട്ടു. നമ്മളത് പ്ലേറ്റിലേക്ക് എടുത്തു. ഞാൻ ലെഗ് പീസ് എടുത്തു, ഉണ്ണിയും ലെഗ് പീസ് എടുത്തു. ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്ത് ചോറും കൂട്ടി വാക്കി വെക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് ഉണ്ട് അടിപൊളി. ഗൈസ്, ഞാൻ ഭയങ്കര വെറിച്ചിയാണ്, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി നോക്കിയിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. എൻ്റെ ഉണ്ണിയൊക്കെ കണ്ടോ ഗൈസ്, ഓനക്കൊക്കെ വിശപ്പ്, അല്ലെങ്കിൽ ചോറിൻ്റെ ഭാഗത്തേക്ക് വരാത്തവന് മന്തിയാ പറഞ്ഞപ്പോൾ 1 മണിക്ക് വിശപ്പ് തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വാപ്പച്ചി എന്താണ് അടിപൊളി പറഞ്ഞപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നു ഗൈസ്.